കേരളത്തിൽ ദേശീയപാത വികസനം നടക്കുകയാണ്. വളരെ നല്ല കാര്യം തന്നെ. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉള്ള നേതാക്കന്മാരുടെ ഇടപെടലിലും സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു വീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിഹിതം വെച്ച് ചെയ്യുന്ന പദ്ധതി, എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പദ്ധതിയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്ത ഒരബദ്ധം ഇപ്പോൾ എന്തും വേണ്ടി ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന, ഇപ്പോൾ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ആ ജംഗ്ഷനാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ദേശീയപാതയിൽ പോകുന്ന ആളുകൾക്കറിയാം, ഈ ജംഗ്ഷനിൽ രോഗികളും വൃദ്ധരും കുട്ടികളും അടക്കമുള്ള ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ, അതായത് ഈ റോഡിന് കിഴക്ക് സൈഡിൽ വന്ന് നിൽക്കുന്ന ബസ് യാത്ര ചെയ്യാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡില്ല. എന്തായാലും റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ആയാൽ പോലും പണ്ടേ അവിടെ വെയിറ്റിംഗ് ഷെഡില്ലാത്തൊരു അവസ്ഥയാണ്. ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് മാത്രമാണ്. അനേകം യാത്രക്കാരുള്ളത് ചെറിയൊരു വെയിറ്റിംഗ് ഷെഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ നിലവിലില്ല. ഇപ്പോൾ ഉള്ളത് അവിടെ കുറച്ച് മരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു, അതുമില്ല. ഇതെല്ലാം വെട്ടി മാറ്റിയിരിക്കുകയാണ് റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഈ താൽക്കാലികമായിട്ടെങ്കിലും ആ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്ന സമയത്ത് എടുത്ത് മാറ്റുന്ന രീതിയിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെയിറ്റിംഗ് ഷെഡ് അവിടെ നിർമ്മിക്കേണ്ടതാണ്. കാരണം പൊരി വെയിലത്ത് കൊച്ചു കുഞ്ഞുങ്ങളും വൃദ്ധരുമായിട്ടുള്ള ആൾക്കാർ, സ്ത്രീകളും എല്ലാ ആൾക്കാരും, അത് പ്രത്യേകിച്ച് പ്രായമോ രോഗമോ ഒന്നും പറയണ്ട, ആർക്ക് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പോലും ആ വെയിലത്ത് അവിടെ നിന്ന് ബസ് കാത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് മഴയായാലും വെയിലായാലും ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ ഈ വണ്ടികൾ വടക്കോട്ട് പോകുമ്പം അത്ര ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അപ്പുറത്തെ സൈഡിൽ കടകളോടൊക്കെ അടുത്തൊക്കെ ചേർന്ന് നിൽക്കാം. ഇവിടെ ഈ കിഴക്കേ സൈഡിൽ തെക്കോട്ടുള്ള യാത്രയ്ക്ക് നിൽക്കുന്ന ആളുകൾക്കാണ് വളരെയേറെ ബുദ്ധിമുട്ട് ഇതുണ്ടാക്കുന്നത്. ഇതിപ്പം അവിടുത്തെ മാത്രം സ്ഥിതിയല്ല, ഈ റോഡ് നിർമ്മാണം നടക്കുന്ന എല്ലായിടത്തെയും അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാ കെട്ടിടങ്ങളും പൊളിച്ച് നീക്കിയ കൂട്ടത്തിൽ ഈ വെയിറ്റിംഗ് ഷെഡുകൾ എല്ലാം പൊളിച്ചിരിക്കുകയാണ്. അപ്പം കുറേ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്, കടകളും മറ്റുമൊന്നും ഇല്ലാതെ നേരിട്ട് വെയിലും മഴയും ഏൽക്കുന്ന രീതിയിൽ ആണിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം സർക്കാരോ അതല്ലെങ്കിൽ ഈ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളോ സന്നദ്ധ സംഘടനകളോ ചെയ്തില്ലെങ്കിൽ, ഇതിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലെ മാത്രം അവസ്ഥയല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോഴും അത് അനുഭവിച്ചപ്പോഴുമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം കേരളം ഒട്ടാകെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നിടത്തെല്ലാം തന്നെ ഇതുപോലൊരു വലിയ ദുരിതം ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ശക്തമായ എത്രയും വേഗത്തിലുള്ള ഒരു നടപടി, കാരണം ആളുകൾക്കിത് ആരോട് പറയണമെന്നൊന്നും അറിയത്തില്ല. അവർ ഈ ദുരിതം അനുഭവിക്കുകയാണ്, ഇത് ആരോട് പറയണം. മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു ദുരിതം റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവരെല്ലാം ഈ പറയുന്ന 4 വീലറുകളിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതുപോലെ ബസ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഒക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളത് നേരിട്ട് അറിഞ്ഞവർക്കേ അത് മനസ്സിലാകുകയുള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്നവർ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.